മോനെ നന്നായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. തിരക്കിട്ട ജോലിയിലാണെന്നും അറിയാം. പക്ഷേ തിരക്കിനിടയിൽ അല്പസമയം കണ്ടെത്തണം. നമ്മുടെ സ്കൂൾ NCCക്ക് വേണ്ടി ഒരു സുവനീർ തയ്യാറാക്കുന്നുണ്ട്. പഴയ NCC കേഡറ്റുമാരുടെ അനുഭവങ്ങളും കൂടി ചേർത്ത് തയ്യാറാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ റിട്ടയർ ആയത് മോൻ അറിഞ്ഞിരിക്കുമല്ലോ. കാർത്തിക്കിനെയും ഷംസീനെയും വിവരം അറിയിച്ചിട്ടുണ്ട്. നല്ല ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടല്ലോ. എല്ലാം എഴുതണം. പുതിയ കേഡറ്റുകൾക്ക് ആവേശമാകട്ടെ നിങ്ങളുടെ അനുഭവങ്ങൾ. എനിക്ക് സുഖം തന്നെ. മോൻ്റെ സമയം പാഴാക്കുന്നില്ല. സ്നേഹത്തോടെ, പത്മനാഭൻ. Hey, Karthik. Hi. After long time, yaar. Hello, Karthik. എന്തു പറ്റി പെട്ടെന്ന്? വെറുതെ വരില്ലല്ലോ, ചിലത് പറയാനുണ്ട്. മെയിൽ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആകെ അമ്പരന്ന് പോയി. പക്ഷേ ഞാൻ എന്ത് എഴുതാൻ? ഇതായിപ്പോ നന്നായി. ഞങ്ങൾ എന്ത് എഴുതാനാ? ഞങ്ങൾ എഴുതിയാലും അത് നിന്നെ പറ്റിയായി പോവും. എഴുതാനാണെങ്കിൽ എത്രയാ? നീ എഴുതണം. നിന്റെ വളർച്ച, നിന്റെ മാറ്റം, അത് നീ തന്നെ എഴുതിയാൽ എത്ര നന്നായിരിക്കും. ഒന്നാലോചിച്ചാൽ NCCയിലേക്കൊരു മാറ്റം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആരാകുമായിരുന്നു? ഒരു ക്രിമിനൽ. അല്ലാതെന്താ? നീ പറഞ്ഞതിലും കാര്യമുണ്ട്. ഒരു തല്ലിപ്പൊളിയിൽ നിന്ന് എന്നിലേക്കുള്ള മാറ്റം. ഞാനല്ലാതെ മറ്റാര് പറയാനാ? ഷുവർ, നന്നായി എഴുതണം. ടേക്ക് റെസ്റ്റ് ആൻഡ് തിങ്ക്. ഓക്കെ. Then cut to flashback. Okay? Sure. Okay then. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. സിറിയക്, ഞാനിപ്പോൾ എഴുതാൻ തുടങ്ങുക. പക്ഷെ എങ്ങനെ, എവിടെ വച്ച് തുടങ്ങണം? എനിക്കിപ്പോഴൊരു നിശ്ചയമില്ല. ശരി, ഞാൻ പിന്നെ വിളിക്കാം. NCC അനുഭവങ്ങൾ. എവിടെ നിന്ന് തുടങ്ങണം? എങ്ങനെ? അനുസരണക്കേടും അബദ്ധങ്ങളും നിറഞ്ഞ ആ കാലത്തിൽ നിന്ന് തുടങ്ങാം. അല്ലെങ്കിൽ പിന്നെ ഞാനാവുന്നതെങ്ങനെ? ഇനി വേണോ? കുളിക്ക് നന്നായിട്ട് കുളിക്ക്. ഇനി വേണോ? പിടിച്ചോ. ഇരിക്കട്ടെ. നിനക്ക് വേണോടാ? ആർക്കാ എത്ര വളച്ചിലവിടെ? എന്തൊരു ശല്യം ദൈവമേ. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വള്ളത്തിൽ കയറി തോന്നിയ ദിവസം കാണിക്കല്ലേ. ആഹാ, നിനക്ക് ഇരുന്നോട്ടെ, ആവശ്യം വരും. അടിച്ചു നിന്റെ പുറം ഞാൻ പൊളിക്കും. ഇതെന്താ എല്ലാവരും നനഞ്ഞു വിളിച്ച്? എന്ത് പറ്റി? കാർത്തിക് വള്ളം മറിച്ചു സാറേ. ഇതിങ്ങനെ വിട്ടാ പറ്റത്തില്ല സാറേ. പല പ്രാവശ്യമായി അവനെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ക്ലാസ്സിൽ ശ്രദ്ധിക്കത്തില്ല. ഒരൊറ്റ സബ്ജക്റ്റിനും 10 കൂടുതൽ മാർക്കില്ല. എന്ത് ചോദിച്ചാലും തർക്കത്തിലേ പറയൂ. ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോകും. സത്യം പറയാലോ സാറേ, എനിക്ക് അവനെ പേടിയാ. കുടുംബത്തിരിക്കുന്നതിന് പ്രാർത്ഥന കൊണ്ടാ ഇന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടത്. കവലയിലെ ചില ഫ്രാഡുകളായിട്ട് അവന്റെ കൂട്ടുകെട്ട്. അവനൊരു അബദ്ധം പറ്റിയതായിരിക്കും. നിങ്ങളൊന്നും ചെയ്യരുത്. അബദ്ധം പോലും തോണി മറിച്ച ആൾക്കാരെ മുക്കിക്കൊല്ലാൻ നോക്കുന്നതാണോ അബദ്ധം? ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്ക്. മതി, നിർത്ത് നിന്റെ വക്കാലത്ത്. ഇവൻ കാരണം മനസമാധാനത്തോടൊന്ന് ഉറങ്ങിയിട്ട് വർഷങ്ങളായി. നാണക്കേട് കാരണം പുറത്തിറങ്ങി നടക്കാൻ വയ്യ. ചെയ്ത തോന്നിയാസത്തിന് കയ്യും കാലും തല്ലുപിടിച്ച് ഇവിടെ ഇടയാ വേണ്ട. പോരുത്. ഇന്ന് അവന്റെ അവസാന. അവളുടെ ഒരു ചായ. ഇതോടെ നിർത്തിക്കോണം നിന്റെ അഭ്യാസം. വളർത്തി വെച്ചിരിക്കണു. കൂടെ ഇറങ്ങി. മാഷേ, കാർത്തികിന്റെ അച്ഛനോടുകൂടി വരണമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. അദ്ദേഹം വരില്ല. ആകെ ദേഷ്യത്തില. മാഷ് ഇപ്രാവശ്യം കൂടെ ഒന്ന് ക്ഷമിക്കണം.
ഇതിപ്പോ ഞാൻ എത്രാമത്തെ പ്രാവശ്യമാണ് ക്ഷമിക്കുന്നത്? ഇവൻ എത്രാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ എത്രാമത്തെ പ്രാവശ്യമാണ് ഇവിടെ തലകുമ്പിട്ടിരിക്കുന്നത്? ഈ ഒരു പ്രാവശ്യം കൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു, ഇനി പ്രതീക്ഷിക്കണ്ട. അയ്യോ വാടതടിയാ വാടാ പുറകെ വാടാ ഇതേപോലൊരു സംഭവം ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാ. ഇങ്ങനെ ഒരു തലതെറിച്ചവനെ ഈ ഭൂമി മലയാളത്തിൽ മഷിയിട്ട് നോക്കിയാൽ കിട്ടുമെന്ന് അറിഞ്ഞൂടാ. ഇവൻ ഇനി സ്കൂളിൽ പഠിപ്പിച്ച ഈ സ്കൂൾ ഇവൻ നശിപ്പിക്കും. ആരും ബഹളം വയ്ക്കണ്ട. ഇവനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. വെറുതെ പറഞ്ഞു വിട്ടിട്ട് കാര്യമില്ല. പാചകപ്പര കത്തിച്ചതിന് നഷ്ടപരിഹാരവും വാങ്ങിച്ച് തക്കതായ ശിക്ഷയും കൊടുത്തു. നഷ്ടപരിഹാരമൊക്കെ തരാമെന്ന് അവന്റെ അച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തോന്ന് പറയാൻ? ഞാനല്ല പാചകപ്പര നീ കള്ളത്തിനും പറയുന്നോ? ഇത് ചന്തയല്ല ബഹളം വയ്ക്കാൻ. തല്ലി കൊല്ലട്ടെ സാറേ. താൻ ഇനി ഒരു അക്ഷരം മിണ്ടരുത്. ഇവൻ കാരണം ഞാൻ കരയാതെ ഉറങ്ങാറില്ല. എന്നിട്ടും വെറുതെ ആശിച്ചു എന്റെ മോൻ നന്നാവുന്നു, ഇന്നല്ലെങ്കിൽ നാളെ. ഇനി അങ്ങനെ ഒരു നാളെ ഇല്ല മാഷെ. എന്റെ മോൻ മരിച്ചു. എനിക്ക് ചിലത് പറയാനുണ്ട്. പറയും. ഇവിടെ കൂടി നിന്നവരെല്ലാം കഴുകന്മാരെ പോലെ അവനെ അവന്റെ കുടുംബത്തെയും കൊത്തിപ്പറിച്ചു. അവൻ നിങ്ങൾ കരുതുന്നത് പോലെ ഒന്നിനും കൊള്ളാത്തവനല്ല. അവന്റെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട്. നമ്മളത് കണ്ടെത്തി അവനെ പ്രോത്സാഹിപ്പിച്ച് പുതിയൊരു മനുഷ്യനാക്കുകയാണ് വേണ്ടത്. എനിക്കൊരു അവസരം തരണം, എനിക്കതിന് കഴിയും. നീ നന്നാവാൻ തീരുമാനിച്ചോ? ഓടാ കാർത്തിക്, പോ. കാർത്തിക്, ക്യൂവിൽ നിൽക്കുക. ഇടഞ്ഞും ചിതറിയും മാത്രം സ്കൂളിൽ കടന്നു പോയിരുന്ന ഞാൻ ആദ്യമായിട്ടായിരിക്കണം അന്നൊരു വരിയിൽ ഒതുങ്ങി നിൽക്കാൻ ശ്രമിച്ചത്. പത്മനാഭൻ മാഷിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ NCCയിൽ ചേരാൻ തീരുമാനിച്ചു. നീ ഇന്നു മുതൽ NCCയുടെ ഭാഗമാകാൻ പോവുകയാണ്. അതായത് നാഷണൽ കേഡറ്റ് കോർ എന്ന യൂത്ത് ഓർഗനൈസേഷനിൽ. നീ ഇനി മുതൽ സിവിലിയൻ അല്ല, കേഡറ്റാണ്. ഉത്തരവാദിത്വബോധമുള്ള പൗരൻ. അങ്ങനെ നിങ്ങളെ മാറ്റുകയാണ് NCCയുടെ ലക്ഷ്യം. ശാരീരികമായും മാനസികമായും സാമൂഹികമായും നിങ്ങളെ ശക്തരാക്കുന്ന പ്രസ്ഥാനമാണ് NCC. അച്ചടക്കവും ഐക്യവുമാണ് ഏറ്റവും പ്രധാനം. മനസ്സിലായല്ലോ? ശരി സർ. വരൂ. തുടക്കക്കാരെന്ന നിലയിൽ നിങ്ങൾ NCCയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. 1948 ജൂലൈ 16 NCC സ്ഥാപിതമായത്. സ്വഭാവ ഗുണങ്ങൾ വളർത്തിയെടുക്കാനും നേതൃപാടവത്തിനും സാമൂഹ്യ സേവനത്തിന് യുവാക്കളെ തൽപരരാക്കാനും മാർഗനിർദ്ദേശം നൽകുന്നതിനും വേണ്ടിയാണ് NCC രൂപീകൃതമായിട്ടുള്ളത്. ഡിഫൻസ് മിനിസ്ട്രിയുടെ കീഴിലാണ് ഈ പ്രസ്ഥാനം വരുന്നത്. ഡൽഹിയിലാണ് NCCയുടെ ആസ്ഥാനം. ലഫ്റ്റനന്റ് ജനറലോ അതിന് തത്തുല്യ പദവി വഹിക്കുന്നതോ ആയ ഒരാളായിരിക്കും NCC തലവനായി അറിയപ്പെടുക. ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ മഹാന്മാരായ നേതാക്കൾ പിൽക്കാലത്ത് NCCയായി മാറിയ പ്രസ്ഥാനങ്ങളിൽ അംഗങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. വലിച്ചു വാരി ഇട്ടിരിക്കണു. ഒന്ന് അടുക്കി വെച്ചൂടെ നിനക്ക്? ഓ പിന്നെ എന്തൊരു സ്വഭാവ ഇത്. രസമുണ്ടല്ലേ കാർത്തിക്? എന്ത് വെട്ടാൻ വരുന്നോലെയാ. NCCയുടെ കാര്യമാണോ? അതെ, അതാ അവൾ ഉദ്ദേശിച്ചത്. എന്തോ എനിക്ക് പറ്റുമെന്ന് തോന്നല്ല ഈ ചവിട്ടും തൊഴിയും പരേഡും. നോക്ക് കാർത്തികേ, നല്ല അവസരം അത്. അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ കയറാൻ പറ്റാണ്ടാവും. സ്കൂളിൽ കയറിയില്ല എനിക്കുണ്ടാ. പോയി പണി നോക്കടി.
സാധാരണ ഒരു വസ്ത്രം ധരിക്കുന്നത് പോലെയല്ല NCC വസ്ത്രം ധരിക്കുന്നത്. നമ്മുടെ ആത്മാഭിമാനത്തിൻ്റെ അടയാളമാണിത്. നമ്മുടെ ജീവനും സുരക്ഷിതത്വത്തിനുമായി അതിർത്തിയിൽ സ്വന്തം ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് ഭാരതമാതാവിനെ സംരക്ഷിക്കുന്ന പട്ടാളക്കാരൻ ധരിക്കുന്നതും ഇതേ യൂണിഫോമാണ്. ഒരു പട്ടാളക്കാരൻ്റെ ശരീരത്തിലല്ല യൂണിഫോം പതിയുന്നത്, അവൻ്റെ ഹൃദയത്തിലാണ്, അവൻ്റെ അഭിമാനബോധത്തിലാണ്. NCCയുടെ യൂണിഫോമിൻ്റെ മഹത്വം നീ തിരിച്ചറിയും, അതെനിക്ക് ഉറപ്പാണ്. ആദ്യം അനുസരണയും പിന്നെ കൂട്ടുകൂടാനും പിന്നെ മാതൃകയാക്കാനും എന്നെ NCC പഠിപ്പിക്കുകയായിരുന്നു. നല്ല മനുഷ്യനിൽ നിന്ന് മാത്രമേ നല്ല സമൂഹം സൃഷ്ടിക്കപ്പെടൂ എന്ന തിരിച്ചറിവിൻ്റെ ആദ്യ നാൾവഴികളിലൂടെയാണ് ഞാൻ അക്കാലത്ത് കടന്നുപോയത്. ഓർത്തെടുക്കുമ്പോൾ മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന ഒരുപാട് അനുഭവങ്ങൾ, വിവിധ തലങ്ങളിലുള്ള ക്യാമ്പുകൾ, ചിട്ടയായ പരിശീലനങ്ങളിൽ നിന്നും ഞാൻ ജീവിതത്തിൻ്റെ അടുക്കും ചിട്ടയും തിരിച്ചറിഞ്ഞു. സ്വന്തം ജീവിതത്തിലേക്ക് അത് പറിച്ചു വയ്ക്കാനും പകർത്താനും തുടങ്ങിയപ്പോൾ എൻ്റെ മുഖത്ത് പടർന്ന ചിരിയുടെ പകർപ്പുകൾ മറ്റുള്ളവരുടെ ചുണ്ടിലും എനിക്കായി വിരിയുന്നത് ഞാൻ കണ്ടു. പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കി കോളേജ് ലെവലിലേക്ക് എത്തിയപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും സജീവമായി. NCC നൽകിയ അടുപ്പത്തിൻ്റെ കണ്ണികൾ അടർത്താനാവാത്ത വിധം ചേർന്നതായിരുന്നു എൻ്റെയും സിറിയക്കിൻ്റെയും ഷംസീനയുടെയും സൗഹൃദം. കോളേജ് NCCയിൽ ഞങ്ങൾ ഒന്നിച്ചു. അച്ചടക്കത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും അർപ്പണബോധത്തിൻ്റെയും ആഴത്തിലുള്ള അനുഭവങ്ങൾ. NCC അധ്യാപകർ, ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ, അവർ സ്വന്തം ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് മുന്നിൽ മാതൃകകളായി വളർന്നു. നടക്കുന്നതിലും നീന്തുന്നതിലും ഇഷ്ടം കണ്ടെത്തിയ എനിക്ക് പിന്നീട് പറക്കാനായിരുന്നു മോഹം. അതുകൊണ്ട് എയർ വിങ് ആണ് ഞാൻ തിരഞ്ഞെടുത്തത്. സിറിയക് നേവിയും ഷംസീന ആർമിയും തിരഞ്ഞെടുത്തു. NCC ക്യാമ്പുകൾ ഞങ്ങൾക്ക് പകർന്നത് അറിവിൻ്റെയും അനുഭവങ്ങളുടെയും കൂമ്പാരമായിരുന്നു. ചിട്ടയായ ജീവിതക്രമത്തിലൂടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യമാണ് ഞങ്ങൾ കണ്ടെത്തിയത്. കടുത്ത കാലാവസ്ഥയിലും സഹനവും അതിജീവനവും ഞങ്ങൾ പഠിച്ചു. അതിർത്തിയിൽ ശത്രുക്കൾക്കെതിരെ പോരാടുന്ന വീരജവാന്മാരുടെ ഐതിഹാസികമായ അനുഭവങ്ങൾ ഞങ്ങളുടെ ഊർജമായി, ആവേശമായി. ക്യാമ്പുകൾ പരിശീലനത്തിൻ്റെ മാത്രം ഇടങ്ങളായിരുന്നില്ല, ഞങ്ങൾക്കതൊരു കുടുംബത്തിൻ്റെ അനുഭവമായിരുന്നു. തെറ്റ് കാണിച്ചാൽ വഴക്ക് പറയുന്ന വീട്ടിലെ മുതിർന്നവരെ പോലെയായിരുന്നു ക്യാമ്പിൽ NCC ഓഫീസർമാർ. പക്ഷേ ഒഴിവുവേളകളിൽ ഞങ്ങളിൽ ഒരാളെപ്പോലെ പെരുമാറാനുള്ള ഹൃദയവലിപ്പവും വിശാല വീക്ഷണവും ഉള്ളവരായിരുന്നു അവരെല്ലാവരും. ഞങ്ങൾക്കൊപ്പമുള്ളവരിൽ പാടാനും ആടാനും കഴിവുള്ളവർക്കുള്ള സാംസ്കാരിക സന്ധ്യകൾ എല്ലാ അർത്ഥത്തിലും വളരുകയായിരുന്നു. ഞങ്ങൾ പോലും അറിയാതെ സമൂഹജീവി എന്ന ഔന്നത്യത്തിലേക്ക്.
അങ്ങനെ ഇന്റർ ബറ്റാലിയൻ കോമ്പറ്റീഷൻ നാളെ തുടങ്ങും. ഇത്തവണ IBC നേടുന്നത് ഞങ്ങളായിരിക്കും. പുളിക്കും മോനെ നോക്കിക്കോ, ഡ്രില്ലിന് ഞങ്ങൾ തന്നെ അടിച്ചെടുക്കും. ആരൊക്കെ എന്ത് വേണമെങ്കിലും ആയിക്കോ, പക്ഷെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുന്നത് ഞങ്ങളായിരിക്കും. അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഇന്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷനിൽ നമ്മൾ ഒരുമിച്ച് ഇരുന്നേ പറ്റൂ. പിന്നെ ബാക്കി എല്ലാരെക്കാളും നമുക്ക് നന്നായി ചെയ്തേ പറ്റൂ. അതിലൊരു സംശയം വേണ്ട. എന്തായാലും നമ്മൾ ഒരുമിച്ച് നിൽക്കും. ഓക്കെ? ഇന്റർ ബറ്റാലിയൻ കോമ്പറ്റീഷനിലെയും ഇന്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷനിലെയും കഠിനമായ പരിശീലന മത്സരങ്ങളെല്ലാം കടന്ന് ഞങ്ങൾ പ്രീ RDC ക്യാമ്പിലെത്തി. ഏതൊരു NCC കേഡറ്റിൻ്റെയും ആത്യന്തികമായ ആഗ്രഹങ്ങളിൽ ഒന്നാണ് RD പരേഡിൽ പങ്കെടുക്കുക എന്നത്. അതിനായി കടന്നു പോകേണ്ട കടമ്പകൾ അനവധിയായിരുന്നു. RD പരേഡിൽ പങ്കെടുക്കാൻ അവസരം നേടുന്നവർക്ക് ലഭിക്കുന്ന പഠനാനുകൂല്യങ്ങളായിരുന്നില്ല എൻ്റെയും കൂട്ടുകാരുടെയും ആഗ്രഹം. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ രാജ്പഥിൻ്റെ രാജവീഥിയിലൂടെ ഇന്ത്യക്കാരൻ എന്ന അഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ച് പരേഡ് ചെയ്യുക, ഇന്ത്യയുടെ പ്രഥമ പൗരന് അഭിമാനത്തോടെ അഭിവാദ്യം നേരുക. ഭാരതത്തിൻ്റെ പല പ്രദേശങ്ങളിൽ നിന്നും ഭാഷാ പ്രാദേശിക ഭേദമില്ലാതെ എത്തുന്നവർ ഇന്ത്യക്കാരൻ എന്ന ഒറ്റ മനസ്സോടെ NCC കേഡറ്റായി ചിട്ടയോടെ അടിവെച്ച് നീങ്ങുക. അക്കാലത്ത് എൻ്റെ ആവർത്തിക്കുന്ന സ്വപ്നം അതുമാത്രമായിരുന്നു. ആ, മോൻ പഠിക്കാനോടാ? ആ, GKയുടെ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് കിട്ടിയതാ. വലിയ വിലയാ വെച്ചാ? ഓ, അത് സാരില്ല, നന്നായി പഠിച്ചാൽ മതി. ഇടാ, ഈ റിപ്പബ്ലിക് ദിന പരേഡിന് ഡൽഹിയിലൊക്കെ പോകാനേ ഒരുപാട് പൈസ ആയില്ലേ? ആദ്യം സെലക്ഷൻ കിട്ടട്ടെ, പിന്നല്ല ചെലവ്. പിന്നെ സെലക്ഷൻ കിട്ടിയാൽ തന്നെ നമുക്കൊരു ചെലവില്ല, എല്ലാം NCC നോക്കിക്കോളും. ഓ, അത് ശരി. നീ എന്തിനാടി കരയണേ? സന്തോഷിക്കല്ലേ വേണ്ടേ? നിങ്ങളെന്തിനാ കരഞ്ഞേ? സന്തോഷ കണ്ണീരാടി. എനിക്ക് സന്തോഷം. My dear children, I know you people are not made it to the contingent, but please don't think that this is the end of your NCC tenure or end of everything. You are again selected lot because you have been selected to come to the camp itself is reflective of your hard work, capability, and also the work you have done over the period of time in NCC. So therefore don't get dejected.